ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഗൂഡല്ലൂരിലേക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഗൂഡല്ലൂരിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വഴിയിൽ കാണുന്ന ഒരു പയ്യനെ ലിഫ്റ്റ് കാണിച്ചപ്പോൾ അവനെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഉച്ച സമയമായപ്പോൾ നമ്മുടെ റംസാൻ ഭായിയുടെ വീട്ടിൽ നല്ല സൽക്കാരുണ്ടായിരുന്നു. സൽക്കാരെല്ലാം കഴിഞ്ഞ് നേരെ പിടിച്ചത് ഗൂഡല്ലൂരിലോട്ടാണ്. അങ്ങനെ ആരില്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആ പയ്യൻ്റെ സഹായത്താൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം എടുത്ത് നേരെ ഇങ്ങനെ ഗൂഡല്ലൂരെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. നല്ല മഴ പെയ്തത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ എന്താ പറയുക, കയ്യും കാലെല്ലാം വിറച്ചിട്ടായിരുന്നു ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ആ പയ്യനും കൂടെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ഗൂഡല്ലൂര് ടൗണിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഏകദേശം ഒരു രാത്രിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കണം. ഈ രാത്രിയായി കഴിഞ്ഞാൽ ആനാപുലി പോലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം റോഡിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഗൂഡല്ലൂർ ടൗണിലെത്തിയാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഗൂഡല്ലൂരിലെ ചമ്പാല ടീ ഫാക്ടറി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഗൂഡല്ലൂർ ഇന്ന് ഞാൻ താമസിക്കാൻ പോകുന്നത് നമ്മുടെ ഫുആദ് ഭായിയുടെ ഹോം സ്റ്റേ ആയിട്ടുള്ള ഐഫ ബീച്ചിലാണ്. ഇവിടുത്തെ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു പീസ്ഫുൾ മൈൻഡ്, അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ വന്നിട്ട് 2-3 ഫാമിലിക്കൊക്കെ വന്നിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോം സ്റ്റേ ആണത്. മാത്രമല്ല ഇതിൻ്റെ പിൻവശത്ത് കാല് കുത്താൻ ഇടയില്ലാത്ത ഈ ഗൂഡല്ലൂർ ടൗണിൽ ഇത്രയും വിശാലമായിട്ടുള്ള 10, 12, 15 വണ്ടികൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റിയ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യവും, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണത്. എനിക്ക് ഇവിടുത്തെ താമസം ഒരുക്കി തന്ന നമ്മുടെ ആരിഫ് സാറിനോട് എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. ഞങ്ങൾ ഒരു വർഷക്കാലം ഒരുമിച്ച് ജോലി ചെയ്ത ആളുകളുമാണ്. അപ്പോൾ ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീണ്ടും ഇടമാക്കി തന്നതിന് ആരിഫ് സാറിനോടും ഇവിടുത്തെ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഗൂഡല്ലൂരിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.